നമ്മളിപ്പോ പോകുന്നത് സുഹൈലിന്റെ കാതുകുത്താനാണ് ഗൈസ്. കാതുകുത്താൻ പേടിയുണ്ടോ സുഹൈൽ? അവിടെ ചെല്ലുമ്പോ അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് കാതുകുത്താം. പിന്നെ നമ്മൾ സെയിൻസ്ബറിയിൽ എപ്പോഴും പോണ പോലെ പോകുന്നു. എല്ലാരും നല്ല ഗെറ്റപ്പായിട്ട് റെഡി ആയിട്ടുണ്ട്. കേട്ടാ എവിടെ എന്റെ മഞ്ഞ റോസ? ഹായ്, എന്ത് ഭംഗിയാണ് നോക്കിയാണ്. വീട്ടിലെല്ലാവരും ചുമ്മാ ഇരുന്നപ്പോഴാണ് ഇന്ന് തന്നെ ഇത് ചെയ്തേക്കാന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ എത്തിയപ്പോൾ തന്നെ 7 മണിയായി. നമ്മൾ സൂപ്പർ ട്രക്സിലാണ് ഇവന് കാതുകുത്താൻ. പേടിയുണ്ടോടാ? പേടി? ഓ, ഈ എക്സ്പ്രഷൻ എപ്പോഴും കണ്ടാൽ മതി. ഇവർ ക്ലോസ് ചെയ്യാൻ പോവുമായിരുന്നു. അപ്പോൾ നമുക്ക് ഡൗട്ടായിരുന്നു. 7 മണി വരെ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അവിടെ എടുക്കുമെന്ന്. ചിലപ്പോൾ അവർ സമ്മതിക്കും. അങ്ങനെ നമുക്ക് ഇന്ന് തന്നെ കുത്താം. ഇന്ന് കുത്താൻ പറ്റില്ലടാ. ചമ്മിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട്. നമ്മൾ വേറെ നോക്കുവാണ് ഗൈസ്. എന്തെങ്കിലും വഴിയുണ്ടോ? വെറുതെ അവിടെ നിന്നിട്ട് കാര്യമില്ലോ എന്ന് ഓർത്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. പോകുന്ന വഴി മിഠായി വാങ്ങി കഴിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ സെയിൻസ്ബറിയിൽ ആർഗോസ് വന്നേക്കുവാണ്. ഇവർ പറയാണ് ഇവിടെ കുത്തില്ല എന്നും ചോദിച്ചു നോക്കാമെന്നും പറഞ്ഞ് നിൽക്കുക. അതും ഫ്ലോപ്പായിട്ട് നമ്മളിരിക്കുകയാണ്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കാം. നമ്മൾ കുറേ സ്ഥലത്ത് വിളിച്ചു വെച്ചു, പക്ഷെ ആരും ഇനി കുത്തില്ല എന്നാണ് പറയണത്. അപ്പോൾ സുഹൈലിൻ്റെ മൂടങ്ങ് പോയി. നാളത്തേക്കാക്കാമെന്നാണ് ഞങ്ങൾ ഓർത്തിരിക്കണം. ചെയ്യാനാ സെഡായി ഗൈസ്, സെഡ്. ഞങ്ങൾക്ക് ബാക്കി ഷോപ്പിംഗ് ചെയ്തിട്ട് വീട്ടിൽ പോവാം. പണ്ട് പോഗോയിൽ കണ്ടുകൊണ്ടിരുന്ന സാധനം അച്ഛോ, നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇതിൻ്റെ വേറെ കളറ് ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ കണ്ടതാ. നമ്മൾ ആ വിഷമത്തിൽ മസാല ദോശ കഴിക്കാൻ പോവാണ്. അല്ല, മസാല ദോശ ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മുടെ ഇവിടുത്തെ കേരള സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയുണ്ട്. അവിടെ അങ്ങോട്ടേക്ക് നമ്മൾ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി മസാല ദോശ കഴിക്കാൻ പോകുന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? ഞാൻ ഇല്ല. അതെ, ഇവിടെ കുഞ്ഞി താറാവുള്ള ഒരു സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ട് ഉണ്ട്. ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. അപ്പോൾ ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ കുഞ്ഞിത്താറാവ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടാൽ മതിയായിരുന്നു. പക്ഷെ അത് കുറച്ച് ഇങ്ങനത്തെ ഒരു വഴി കൂടെ വേണം നമ്മൾ പോവാൻ. ഇവരാരും വരുന്നില്ല. കമോൺ എടാ, ഇവരാരും സ്ഥലം കണ്ടിട്ടില്ല. പറ്റില്ലേ? നമ്മൾ താറാവിനെ സ്പോട്ട് ചെയ്തു. അപ്പം എന്തായാലും നമുക്കിവിടെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. പേടിക്കേണ്ട, ആരും സേഫാണ്. ദേ ഫാമിലി ആയിട്ടുണ്ട് ഇവിടെ. ഇത് കുറച്ച് വലിയ കുഞ്ഞുങ്ങളാണ്. നമ്മളൊരു വ്യൂ കാണാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ നിലത്തൊക്കെ താറാവിൻ്റെ അപ്പിയുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് വന്നേ. ചില താറാവ് കുറച്ച് സീരിയസ് ആണ്. നമ്മൾ സൂക്ഷിച്ചടുത്തുകൂടെ വരണം. പക്ഷെ നാട്ടിലെ ഒരു കനാലൊക്കെ എനിക്ക് ഓർമ്മ വന്നു. വീടിൻ്റെ ഫ്രണ്ടിലുള്ള കനാല. പക്ഷെ ഇവിടുത്തെ വെള്ളം ഒട്ടും കൊള്ളില്ല ഗൈസ്. നമ്മളിപ്പോൾ അടിപൊളി വ്യൂ ആണ് ഗൈസ്. വ്യൂ കണ്ടോ? ഇതൊന്ന് കാണാൻ ഇങ്ങോട്ടേക്ക് ഇവരെ വിളിച്ചുകൊണ്ട് വരാൻ എന്ത് കഷ്ടപ്പെട്ടെന്നറിയാം ഞാൻ. നൈസല്ലേ? എല്ലാവരും സ്നാപ്പ് എടുക്കുവാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ പോകണം. നമ്മളിന്ന് മസാല ദോശ ഉണ്ടാക്കാൻ പോകണം ഗൈസ്. അതിനുവേണ്ടി ഇഡലി ദോശ ബാറ്റർ വാങ്ങി. ജാക്ക് ഫ്രൂട്ട് ചക്ക ഇരിക്കണോക്കി ഗൈസ്. 5.9. അച്ഛനെ പൊട്ടുപൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ വൻ ഷോപ്പിംഗ് കഴിഞ്ഞ് പോക്കറ്റ് കീറി ഗൈസ്. പോക്കറ്റ് കീറി എല്ലാവരുടെ കൈ കിട്ടുന്നുണ്ട് ഗൈസ്. നമ്മൾ പോവാണ്. ടാറ്റാ. കുറച്ച് ലേറ്റായിട്ടാണല്ലോ നമ്മൾ മസാല ദോശയൊക്കെ റെഡിയാക്കിയിട്ടാണ് അന്ന് കിടന്നുറങ്ങിയത്. അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മളപ്പോൾ ഇന്ന് സുഹൈലിൻ്റെ കാതുകുത്താൻ എന്തായാലും മെനക്കെട്ട് പോവാണ്. ഇന്നലെ പോയിട്ട് നടന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് പറ്റുമോ എന്ന് നോക്കാം. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. വഴി വെച്ച് ഞാൻ കുറച്ച് സ്ലോ ആയിപ്പോയി. അവരെല്ലാം പോയി. ഇന്നെന്തായാലും നടക്കുമായിരിക്കും. നമ്മളൊന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ കുറച്ച് ലേറ്റായി പോയായിരുന്നു ഗൈസ്. നമ്മളിപ്പോൾ സൂപ്പർ ടാക്സിൽ തന്നെ വന്നേക്കുവാണ്. നമുക്ക് ചോദിക്കാൻ കുത്താൻ പറ്റുന്നുണ്ട്. ഇവരവിടെ നിൽക്കുന്നുണ്ട്. ഗൈസ്, ഇവനെന്തോ ഫോമൊക്കെ ഫില്ല് ചെയ്യാട്ടോ. ഫില്ല് ചെയ്ത് കഴിഞ്ഞില്ലേ? കൊറേ ഉണ്ടല്ലോ. ഇത് എന്തൊക്കെയായത്? പേടിയുണ്ടോ? ഇല്ല. കരയോ നീ?
അതെ, എന്തൊക്കെയോ ഗ്ലൗസ് ഒക്കെ ഇട്ട് വരണുണ്ട്. കൂൾ മൈൻഡ്, കൂൾ. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുമായിരുന്നു. നമ്മൾ ഈ ജെല്ലിമിഠായി വാങ്ങിച്ചു കൊടുത്തത് ഫെയിലിന് വിഷമം മാറാൻ വേണ്ടിട്ട് നമ്മൾ പാർക്കിൽ പോവാ. നമ്മൾ പാർക്കിൽ വന്നേ കാണും. വീണു, കൊച്ചു വീണു. ഒന്നും പറ്റിയില്ല. അതിന്റെ അച്ഛൻ പോയിട്ട് രക്ഷിക്കുന്നുണ്ട്, ഡാഡി പോയിട്ട് രക്ഷിക്കുന്നുണ്ട്. അതിനുണ്ടല്ലേ, നടക്കാൻ പറ്റുണ്ടോ? മഴക്കാറൊക്കെ ഉണ്ട്. നമ്മൾ ലേസ് പൊട്ടിച്ചോ. ഈ കൊച്ചാണ് കേട്ടോ നേരത്തെ വീണത്, അതിനൊന്നും പറ്റിയിട്ടില്ല. അത് അങ്ങോട്ടേക്ക് ഊർന്നു ഇങ്ങോട്ടേക്ക് തുഴഞ്ഞു വന്നാണ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു, കാതൊക്കെ കുത്തി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഈ വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.